അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇലയടയാണ്. അത് ഓട്ടട എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഗോതമ്പ് കുഴച്ച് നമ്മൾ ഇലയിൽ പരത്തും. അതിന് ശേഷം കുറച്ച് തേങ്ങ വിതറും. തേങ്ങ വിതറിയതിന് ശേഷം ഒന്നിൽ ശർക്കരയോ പഞ്ചസാരയോ നമുക്കിഷ്ടമുള്ളത് ഏതും വിതറി നമ്മളത് അടച്ച് എടുത്ത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ചീനച്ചട്ടിയാണ് നാട്ടിൽ ചെയ്യുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടാവുമല്ലോ, അതിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഇരുമ്പിൻ്റെ തവയുണ്ട്. അത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയില്ലേ, അതിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുണ്ട്. അപ്പോൾ ഫിഷ് ഞാൻ ഇടയ്ക്ക് വറക്കാറുണ്ട്, ഇപ്പോൾ അതിനും കൊള്ളില്ല. അപ്പോൾ ഇതാ ആ ഒരു പാത്രം ഞാനിപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലുണ്ടാക്കിയ ഓട്ടടയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, വളരെ എളുപ്പമാണ്. തേങ്ങ തിരുമ്മിയത് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവും, ശർക്കര ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും അല്ലേ. അപ്പോൾ വേഗം ഒരു ഇലയട ഉണ്ടാക്കി ഒരു കട്ടൻ കാപ്പിയും കൂടെ തിളപ്പിച്ച് കുടിച്ച് സൂപ്പർ. ആ പഴയ കാല ഓർമ്മ തിരിച്ച് കിട്ടും കേട്ടോ. സൂപ്പർ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണിത്. ഓക്കെ, നമ്മളുണ്ടാക്കിയ അടയാട്ടോ, സൂപ്പറാണ്. നമ്മൾ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, 4 മണിക്ക് സ്കൂളിൽ നിന്ന് ഓടി വരുമ്പോൾ സമയത്ത് ഇതുപോലെ അമ്മ ഓട്ടട ഉണ്ടാക്കി വെക്കും. ഞങ്ങളിതിന് ഓട്ടടയെന്നാണ് പറയുന്നത് കേട്ടോ. കല്ലയിൽ അല്ലെ പഴയ പണ്ടത്തെ ചീനച്ചട്ടിയിലെടുത്ത് തിരിച്ചുമറിച്ചും ഇളക്കകത്ത് ഇള കരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അറിയാം ഇത് വെന്തിട്ടുണ്ടോ. അപ്പം ഒരു കട്ടൻ കാപ്പിയൊക്കെ തരും. എൻ്റെ കട്ടൻ കാപ്പി ലൈറ്റാണ്, ഒത്തിരി കടുപ്പം കുടിക്കാൻ പറ്റത്തില്ല.